So next measure of central tendency is geometric mean. So in case of geometric mean, if there are n values in a series, then their geometric mean is defined as the nth root of the product of those n values. n values in the product in the nth root. അതാണ് geometric mean എന്ന് പറഞ്ഞാൽ. So let's see the geometric mean in the case of individual series. x1, x2 up to xn are n values of a series. അപ്പോൾ geometric mean എന്ന് പറയുന്നത് nth root of x1 into x2 into x3 into etc up to xn. അത് എന്ന് പറയുന്നത് ആൻറ്റിലോഗ് ഓഫ് log x1 plus log x2 plus etc up to log xn the whole divided by n. So equal to antilog sigma log x by n. So this is the formula for geometric mean in the case of individual series. So that's geometric mean individual. Let's see the example. But a geometric mean of the following figures ചോദിച്ചിരിക്കുകയാണ്. x തന്നിട്ടുണ്ട്, അപ്പോൾ log x. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം വരും. ലൈക്ക് എക്സ് ഉണ്ട്, ലോഗ് എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മൊബൈലിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ എക്സിൻ്റെ വാല്യൂ ഉണ്ട്, ലോഗ് എക്സ് കണ്ടുപിടിക്കുക. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലാണെങ്കിൽ നമുക്ക് ആൻറ്റിലോഗും കിട്ടും. സോ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ലോഗ് ആൻറ്റിലോഗ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ ആണ്. സോ ലോഗ് എക്സ് കണ്ടുപിടിക്കുക, സം ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 5 ഹിയർ. സോ ആൻറ്റിലോഗ് 1.841 എന്ന് പറയും. സോ ദാറ്റ് ഇസ് 69.34. സോ ഇത് നമുക്ക് ലോഗറിതമിക് ടേബിൾ യൂസ് ചെയ്തിട്ട് ലോഗറിതമും ടേബിൾ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതല്ല നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നേരിട്ട് ലോഗറിതോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ടൈം ബീങ് നിങ്ങളിപ്പോൾ തൽക്കാലം മൊബൈലിലുള്ള കാൽക്കുലേറ്ററിൽ നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആൻറ്റിലോഗ് ആൻഡ് ലോഗ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ്. നെക്സ്റ്റ് ഈസ് ജിയോമെട്രിക് മീൻ ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെയും മീൻ മീഡിയം മോഡ് പോലെ ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും യു ഡോണ്ട് ഹാവ് സെപ്പറേറ്റ് ഫോർമുല. ഇൻ കേസ് ഓഫ് ഹാർമോണിക് മീൻ ആസ് വെൽ ആസ് ഇൻ കേസ് ഓഫ് ജിയോമെട്രിക് മീൻ യു ഹാവ് എ സിംഗിൾ ഫോർമുല ഫോർ ബോത്ത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് മാത്രം മെൻഷൻ ചെയ്യണേ. ആൻഡ് ഫോർ geometric mean for both discrete and continuous series are antilog sigma f into log x by n. So let's see an example. Its size തന്നിട്ടുണ്ട് 5, 8, 10, 12. You have the frequencies as f. So you have to find log x. You have to find f into log x. Then antilog sigma f log x by n. So here n is equal to sigma f log x നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആൻറ്റിലോഗ് കാണുമ്പോൾ ഇറ്റ് ഇസ് 8.292. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇതൊക്കെ കമ്പാരിറ്റീവ്ലി മറ്റ് എന്താ പറയുക മീൻ മീഡിയനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി ഈസിയാണ് ഈവൻ ടു കാൽക്കുലേറ്റ് ഓൾസോ. സോ ദാറ്റ് ഇസ് ഫോർ ഹിയർ ദ സീരീസ് ഇസ് ഡിസ്ക്രീറ്റ്. നെക്സ്റ്റ് ഈസ് കാൽക്കുലേറ്റ് ദ GM ഫോർ ദ ഫോളോയിങ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ക്ലാസ് തന്നിട്ടുണ്ട്, ഓർ വെയ്റ്റ്സ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്സ് തന്നിട്ടുണ്ട്. സോ ഹിയർ ക്ലാസ് ആണ്, സോ യു വിൽ ഹാവ് ടു ഫൈൻഡ് ദ മിഡ് വാല്യൂ ടു ഗെറ്റ് എക്സ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, യു ഹാവ് ടു ഫൈൻഡ് ലോഗ് എക്സ്, യു ഹാവ് ടു ഫൈൻഡ് എക്സ് എഫ് ലോഗ് എക്സ്, ദെൻ സിഗ്മ എഫ് ആണ് എൻ. സോ ഹിയർ ആൻറ്റിലോഗ് സിഗ്മ എഫ് ലോഗ് എക്സ് ബൈ എൻ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ യു വിൽ ഗെറ്റ് ആൻറ്റിലോഗ് 2.09075. സോ ഇറ്റ് ഇസ് 123.4. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു 4 ഡിജിറ്റ്സിൽ വേണമെങ്കിൽ ഇത് 2.0908 എന്നോ അല്ലെങ്കിൽ 2.091 എന്നുള്ള രീതിയിൽ ഒരു 4 ഡിജിറ്റിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യണോണ്ട് കുഴപ്പമില്ല, വാല്യൂസിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ജിയോമെട്രിക് മീൻ in the case of continuous series.